സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഞങ്ങളുടെ നാട്ടിൽ പുഴമ്പുറത്താണ്. പുഴമ്പുറം പതിയാരത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഒരു അയ്യപ്പൻ വിളക്കാണ് ഇന്നിവിടെ. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ എത്തിക്കുന്നത്. പിന്നെ ഇനി അന്നത്തെ ദിവസം വരണം. വേറെ ചില പരിപാടികളുള്ള കാരണം ഇനിയിപ്പോൾ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂങ്കിലൊക്കെ. ഇതിപ്പോൾ നമ്മളെ ഒരു കുട്ടിക്കാലത്തുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴിപ്പോൾ ഒന്ന് എത്തിച്ചു നോക്കിയിട്ടാണ് പോകും, അത്ര തന്നെ. പണ്ട് കാലത്ത് അതല്ല, രാവിലെ വന്നാൽ രാത്രിയേ പോവുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൊരിതേ. അപ്പോൾ അവിടെ വന്ന തലേദിവസം രാത്രി ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അയ്യപ്പൻ വിളക്കിൻ്റെ അന്ന് ഉച്ചക്ക് എല്ലാവർക്കും പിന്നെ അന്നദാനമുണ്ട്. അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് മറ്റുള്ളവർ. പിന്നെ ഇവിടെ ഇപ്പോൾ അയ്യപ്പൻ വിളക്കിൻ്റെ അവരിപ്പോൾ ഈ അമ്പലം പള്ളിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കമാണിത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ വന്നത് കണ്ടിരുന്നതാണ്. ഇപ്പോഴേ കാണും, ഉണ്ടാക്കണമെന്നും കാണാൻ നിൽക്കില്ല. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന രസമൊക്കെ തന്നെ. ഇപ്പോഴും രസം ഇല്ലായിക്കില്ല, പക്ഷെ സമയമില്ല, അതാണ് മെയിനായിട്ട്. സങ്കരനചലം കൈലാസം പങ്കജാക്ഷനോ തിരുപ്പതി സങ്കര പങ്കജാക്ഷകുമാരൻ ശാസ്താവിന്മാമല ശബരിമല. സങ്കരനചലം കൈലാസം പങ്കജാക്ഷനോ തിരുപ്പതി സങ്കര പങ്കജാക്ഷകുമാരൻ ശാസ്താവിന്മാമല ശബരിമല. സോമശേഖരാനന്ദനൻ നിൻ സോദരൻ മല പഴനിമല. സോമശേഖരാനന്ദനൻ നിൻ സോദരൻ മല പഴനിമല. സ്വാമി ശരണം ഭക്തർക്കഭയം സഹ്യാദ്രിയിലെ ശബരിമല. ശാസ്താവിന്മല ശബരിമല. സങ്കരനചലം കൈലാസം പങ്കജാക്ഷനോ തിരുപ്പതി സങ്കര പങ്കജാക്ഷകുമാരൻ ശാസ്താവിന്മാമല ശബരിമല. ശബരിമലയിൽ വാഴും മൂർത്തി സദലക്ഷങ്ങളുടെ ശുഭമൂർത്തി. ശബരിമലയിൽ വാഴും മൂർത്തി സദലക്ഷങ്ങളുടെ ശുഭമൂർത്തി. ചരണം പണിയാനണയുന്നോരുടെ കരളിൽ വസിക്കും മണിമൂർത്തി. കഥനം തീർക്കും മംഗളമൂർത്തി. സങ്കരനചലം കൈലാസം പങ്കജാക്ഷനോ തിരുപ്പതി സങ്കര പങ്കജാക്ഷകുമാരൻ ശാസ്താവിന്മാമല ശബരിമല. ശാസ്താവിന്മാമല ശബരിമല. ശാസ്താവിന്മാമല ശബരിമല.
ഈ അയ്യപ്പ ഭക്തിഗാനം ഞാൻ ഒരു 40 വർഷം മുന്നേ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു അയ്യപ്പ ഭക്തിഗാനാണ്. ഇതിലുള്ള ഗംഗയാറ് പിറക്കുന്നു അങ്ങനെയുള്ള എല്ലാ പാട്ടുകളും എനിക്ക് കാണാപ്പാടാണ്. കാരണം പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ എല്ലാ അമ്പലത്തിനും റെക്കോർഡിങ് ഇങ്ങനെ പാട്ടുകളാണ് വെക്കാറ്. യേശുദാസ് പാടിയ പാട്ടുകളൊക്കെ വെക്കാറ്. അതുകൊണ്ട് ഒരുവിധം പാട്ടൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ഒരു പാട്ട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ ഏകദേശം സംഗതികളൊക്കെ പൂർത്തിയായിക്കണ്. അമ്പലം പള്ളിയൊക്കെ റെഡിയായി. ഇനി രാത്രി ആണ് പരിപാടി. രാത്രി ഇനിയിപ്പോൾ വന്ന് നോക്കണം. വേറെ ഒരു പരിപാടി ഉണ്ട് എനിക്ക്. രാത്രി വരണം എന്തായാലും. അപ്പോൾ ഇവിടെ സദ്യ, ഇവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കുറേ കാത്തു നിൽക്കുന്നുണ്ട്. കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ലൊരു സദ്യ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ രാത്രി തായമ്പക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഉടുക്കൂട്ട് ഒക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അതും ചെയ്യണം, അതൊന്ന് ഉൾപ്പെടുത്തണം. ഉടുക്കൂട്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്ന് രാത്രി കാണും. അത് അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞ് ശരിക്കൊരു 3 മണി 4 മണിക്കൊക്കെ ആവും തിരിച്ചു പോവാറ്. എവിടെ പോകുമെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞ അവിടെ സ്വാമിമാർ 5 മണിക്ക് മലക്ക് പോകുന്നുണ്ട് പുലർച്ചെ. കഴിഞ്ഞ സമയത്ത് കെട്ടുനിറക്ക് ഏകദേശം കുറേ ആൾക്കാർ പോകുന്നുണ്ടിരുന്നു. അപ്പോൾ എല്ലാ കെട്ടുനിറക്ക് ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ വർഷവും അങ്ങനെ തന്നെ പോവാറ്. ഉത്സവം ഇനിയിപ്പോൾ ജനുവരിയിലൊക്കെയാണ്. ജനുവരി 26 22 ഉണ്ടാവാറ്. കഴിഞ്ഞ വർഷമാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ ഒരു വർഷമായി കണക്ക്. ഈ അമ്പലത്തിലത്തെ ഒരു ഉത്സവം തന്നെ നമ്മൾ അയ്യപ്പൻ വിളക്ക് തന്നെയാണ് ഞാൻ അന്ന് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇന്നൊക്കെ ഒരു വർഷം നമ്മളിത് തുടങ്ങിയിട്ട് ഒരു വർഷം